ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവരുടെ അറസ്റ്റിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാൻ ഒരുങ്ങുകയാണ് ആം ആദ്മി പാർട്ടി. അതോടൊപ്പം ഗുരുതരമായ ഒരു ആരോപണം ഇപ്പോൾ ഉയർത്തിവിട്ടിരിക്കുകയാണ് ആം ആദ്മി. അഴിമതി പണം എന്ന ആരോപിക്കുന്ന പണം പോയിരിക്കുന്നത് BJPയുടെ അക്കൗണ്ടിലേക്കാണ് എന്ന ഗുരുതര ആരോപണമാണ് മുതിർന്ന നേതാവും മന്ത്രിയുമായ അതിഷി ആരോപിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും EDയും ചേർന്ന് അറസ്റ്റ് ചെയ്യേണ്ടത് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയെയാണെന്നും അതിഷി പറയുന്നുണ്ട്. ഇന്നേ ദിവസം വരെ മദ്യനയവുമായി ബന്ധപ്പെട്ട് ആം ആദ്മിയെ ബന്ധിപ്പിക്കുന്ന പണത്തിന്റെ ഒരു ഇടപാടും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മദ്യനയ അഴിമതി എന്ന് പറയുന്ന കേസിൽ 2 വർഷമായി EDയും CBIയും അന്വേഷണം നടത്തുകയാണ്. പണം എവിടേക്ക് പോയി എന്ന ചോദ്യമാണ് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആം ആദ്മിയുടെ ഒരു പ്രവർത്തകനിൽ നിന്നോ നേതാവിൽ നിന്നോ മന്ത്രിയിൽ നിന്നോ അത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നും ആം ആദ്മി നേതാവ് പറയുന്നുണ്ട്. ശരത് ചന്ദ്ര റെഡ്ഡി എന്നയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അരോബിന്ദോ ഫാർമയുടെ ഉടമയാണ് ശരത് ചന്ദ്ര റെഡ്ഡി. 2022 നവംബർ 9-ന് അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോൾ താൻ ഒരിക്കലും അരവിന്ദ് കെജ്രിവാളിനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ലെന്നും ആം ആദ്മിയുമായി ഒരു ബന്ധവുമില്ലെന്നും മൊഴി നൽകിയതാണ്. തൊട്ടു പിന്നാലെ അയാൾ അറസ്റ്റിലുമായി മാസങ്ങളോളം ജയിലിൽ കിടന്നു. അതോടെ അയാൾ മൊഴി മാറ്റി. താൻ കെജ്രിവാളിനെ കണ്ടുവെന്നും മദ്യനയം സംസാരിച്ചുവെന്നും അയാൾ മൊഴി മാറ്റി നൽകി. അതോടെയാണ് അയാൾക്ക് ജാമ്യം ലഭിച്ചത്. എന്നാൽ എവിടെയാണ് ആ പണം? പണം എങ്ങോട്ട് പോയി എന്ന് മാത്രം ഉത്തരമില്ലെന്നും അതിഷി സൂചിപ്പിക്കുന്നുണ്ട്. കേസിൽ പ്രതിയായി അറസ്റ്റ് ചെയ്തയാളെ മാപ്പ് സാക്ഷിയാക്കി മാറ്റിയിരിക്കുകയാണ്. ശരത് ചന്ദ്ര റെഡ്ഡി BJPക്ക് 4.5 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് നൽകി. 55 കോടിയുടെ മറ്റൊരു ബോണ്ട് കൂടി നൽകി. എവിടേക്കാണ് പണം പോയതെന്ന് അതോടെ വ്യക്തമാവുകയാണ്. അത് BJPയുടെ അക്കൗണ്ടിലേക്കാണ് പോയിരിക്കുന്നത്. BJPക്ക് സംഭാവന നൽകി അയാൾ തന്റെ കള്ളപ്പണം വെളുപ്പിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രിക്കും EDക്കും ധൈര്യമുണ്ടെങ്കിൽ JP നദ്ദയെ അറസ്റ്റ് ചെയ്യാൻ വെല്ലുവിളിക്കുകയാണെന്നും ആം ആദ്മി നേതാവായ അതിഷി പറയുന്നുണ്ട്.